നിങ്ങളിത് കണ്ടോ, പട്ടിണി പാവങ്ങളില്ലാത്ത നാട്. ഇവൻ ഈ നാട്ടിലല്ലേ ഗൈസ്? എടാ എന്തോന്ന് പറയാതെ, പട്ടിണി പാവല്ലടാ, അതുകൊണ്ട് ഇവൻ അറബിയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിതാ സംഗിക്കുട്ടന്, നമ്മളെ ചങ്കാന്ന് സംഗിക്കുട്ടന് ഒരു ഫോൺ എടുക്കണം. അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജി ലോഞ്ചിലേക്ക് പോകുന്ന അവിടെ ഫുൾ ഓഫറാന്ന് പറയപ്പെട്ട്. എന്തായാലും ഒരു ഫോൺ നോക്കുന്നില്ല. നമ്മളെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നോട് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു ഫോൺ എനിക്ക് തരും. ഓക്കെ, ദസറ ഓഫർ എല്ലാ ഓഫറും. ലേറ്റസ്റ്റ് സീരീസ് ആയ വിവോ V60 ആണ്. ഇതിന് എത്ര mAh ബാറ്ററിയാണ്, എത്ര വാട്ടിൽ ഫാസ്റ്റ് ചാർജ് ആണെന്ന് ഇവൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവൻ ഈ ഫോൺ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ആർക്കാരും ഫസ്റ്റ് ഇനി പറഞ്ഞോ, ഇത് 6000 വാട്ട്സ് MAH 6000 mAh പിന്നെ ചാർജറിന്റെ അർത്ഥറിയില്ല. കറക്റ്റ് എന്തെങ്കിലും പറ ഗസി. ഇതിന്റെ 6500 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജ്. പഠിച്ചിട്ട് വന്നല്ലേ ഇതിന്റെ വ്ലോഗ് ഞാൻ കാട്ടിട്ടുണ്ട്. അയ്യേ മൂഞ്ചി, നഷ്ടായി. ആഗ്രഹമല്ലേ ഇത് ഫ്രീ ആയിട്ട് തന്നെ, ഇനി കോംപ്ലിമെന്ററി വേണോ? ഇയർപോഡും കൊടുക്കാം എല്ലാ കസ്റ്റമർക്കും. സെറ്റ് ആയില്ലേ? ഫോൺ എടുക്കാം. ഗായ്സ് ഇതാ ഉത്തരം പറഞ്ഞവന് ഫോൺ കിട്ടി, ഇവന് കിട്ടിയില്ല. ഈ നിമിഷത്തിൽ നിനക്ക് എന്തു പറയാനുണ്ട്? സങ്കടമുണ്ടോ? കവർ എന്തിനാ ഈ ഫോണിലാണ്ട്? സെറ്റാണോ? അപ്പോൾ ഏകദേശം 40,000 റുപ്യേന് അടുത്ത് വരുന്ന ഫോണാണ് ഇവന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ജി ലോഞ്ചിൽ വന്ന് ഇടക്കിടക്ക് അന്വേഷിക്കുക, ഇങ്ങനത്തെ എന്തെങ്കിലും ഓഫർ ഇവിടെ ഉണ്ടാവും. ഹാപ്പിയാണോ? ഇതാനൊക്കെ വരുമോ? എടാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കിട്ടിയല്ലോടാ. താടാ മറ്റേ സാധനം അത് മതി. എന്തോ ഒരു ക്യൂസുമായിട്ട് വന്നിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സമ്മാനം ഉണ്ടെന്നല്ല പറയുന്നത്. ഓക്കെ നോക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഇത് ഇവൻ ഗസ് ചെയ്യണം. എന്തായാലും ഒരു ഐറ്റം ഉണ്ട്, ഇത് കറക്റ്റ് ഗസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ 5000 കൊടുക്കാം. ഓക്കെ, എന്തായാലും ഒരു സാധനമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഓപ്ഷൻസ് വരട്ടെ. അത് മോശം ഓപ്ഷൻ തരും. ക്ലൂ അത് റിലേറ്റീവ് ആയിട്ടുള്ള സാധനം. ഇപ്പൊ നമ്മള് പുറത്തെല്ലാം പോകുമ്പോ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. പിന്നെ മാർക്കറ്റിൽ എല്ലായിടും കിട്ടൂല, നമ്മൾക്ക് മാത്രമേ. ഇത് ചെറിയൊരു ഗാഡ്ജറ്റ് ആണ്, പക്ഷെ അതിന് ഭയങ്കര ഉപകാരപ്രദം. ഉപയോഗം പറ. ഉപയോഗം പറഞ്ഞാൽ സേഫ്റ്റിയാണ് മെയിൻ. ഞാൻ ചോദിച്ചു സാധനം പറഞ്ഞോ. ഇതാണ് നമ്മളെ ക്യാമറ ഡിറ്റക്ടർ എന്ന് പറയും. നമ്മളിപ്പം പുറത്ത് എവിടെയെങ്കിലും റൂം എടുക്കാനോ ലേഡീസിനോ ഫാമിലി ആയിട്ട് പോകുമ്പോൾ, അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റേറ്റാണ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ കൂത്തുപറമ്പ് വേറെ കണ്ടിട്ടില്ല കേട്ടോ, നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളത്. ഇതിങ്ങനെയാണ് ഈ ഐറ്റം വരുന്നത്. ഇതൊന്നും ജസ്റ്റ് പ്രസ് ചെയ്ത് ഓണാക്കുക, അതിങ്ങനെ ലൈറ്റ് കത്തും. അപ്പോൾ ഇപ്പോൾ എവിടെയാ ക്യാമറ ഉള്ളത് അതിലോട്ടേക്ക് ഇങ്ങനെ നോക്കിക്കോട്ടോ, അടുത്തോട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്ക്, റെഡ് ലൈറ്റ് കത്തുന്നുണ്ടാ? ഇങ്ങനെ അടിച്ച് നോക്കട്ടെ. പരിപാടി ഉള്ളേ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ നോക്കാൻ കഴിയൂ. അപ്പോൾ അതിന് നിങ്ങൾ എന്താ സംഭവം പറയുന്നത്? ഇത് സംഭവം വെച്ചാൽ മൊത്തം നമ്മൾ നോക്കണം എന്നാ പറയുന്നത്. ഇത് ഈ ഡിവൈസ് ഉപയോഗിക്കുക, ഇത് ഓണാക്കിയതിനു ശേഷം നമുക്ക് ഡൗട്ടുള്ള അടിക്കെല്ലാം നോക്കുക. കണ്ണിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ലൈറ്റ് വരുന്നതിന് ഇങ്ങനെ റെഡ് സിഗ്നൽ ഇങ്ങനെ കത്തും. പിന്നെ മാത്രമല്ല ഇത് ഫോൺ വഴി കണക്ട് ആക്കാനും പറ്റും. അതിൽ എവിടെയും ഉണ്ടെങ്കിൽ ടി എന്നൊരു ബസർ സൗണ്ടും ഉണ്ടാവും. അതുകൊണ്ടാവും. ഇനി തുച്ഛമായ വില. ഇത് ഓഫർ റേറ്റ് ആയിട്ട് ഒരു 900 രൂപ. അപ്പോൾ നമ്മളെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ബേബിയുടെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ സംഗിക്കൊട്ടന് കിട്ടിയ ഈ എയർപോഡ് ഇത് ഞാൻ അങ്ങ് എടുത്ത് ഗൈസ്. കാന്താര കാണാൻ പോണ്ടേ? കാണാൻ പോണം. ഇതാ കാന്താരക്ക് ബ്രദർ എടുത്ത് കാണാൻ പോകുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ 3 ദിവസമായി കാന്താര കാണാൻ ബ്രദർ എടുക്കുന്നതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്താണ്? രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക, കുളിച്ചിട്ടില്ല അമ്പലത്തിൽ പോട്ടെ. നേരത്തെ മേലോട്ട് കയറ്റി എല്ലേ തന്നെ സൗണ്ടില്ല, കുറച്ച് ഒച്ചത് പറഞ്ഞൂടെ?
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. സംഗീ പോകുന്നുണ്ടോ? ഞാനും പോകുന്നുണ്ട്. വ്രതം എടുക്കുമോ? വ്രതം എടുക്കാണ്ട് വ്രതം മസ്റ്റ്. ഞാൻ എടുക്കൂലേ വ്രതം. നീ മരിക്കും. ഇവൻ വ്രതം എടുക്കാണ്ട് കാന്താരക്ക് പോയി ഇവൻ മരിക്കോ ഇല്ലയോ? നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ ഇവിടെ ദസറ ആയിട്ട് നവമിയായിട്ട് വ്രതം എടുത്തില്ല, പിന്നെ അത് കാന്താരം. ഫ്രീ ടിക്കറ്റ് കിട്ടിയാൽ അവൻ എവിടെയും പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കൂത്തുപറമ്പ് സ്റ്റാൻഡ് റിവ്യൂ ചെയ്യാം. നമുക്ക് ചെയ്തൂടെ? റേറ്റിംഗ് കൊടുക്കാം നമുക്ക്. രാത്രി കൂത്തുപറമ്പ് സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ തീർത്ഥം, പേരാവൂർ തീർത്ഥമുണ്ട്, നബീലുകളുണ്ട്. ഇവിടെ മൂര്യാട് ജനകീയ കൊടുത്തു. മൂര്യാട് ജനകീയം പരതിയിട്ടതാ പോകുന്നുണ്ട്. മൂര്യാടുകാരൻ സംഗി എൻ്റെ ആയിരത്തി ബസ്സൊന്നും ഇല്ല. ഗൈസ്, നിങ്ങളിപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ആയിത്തരയും മൂര്യാടൊന്നും നിങ്ങൾക്ക് തിരിയില്ല. ഇതൊക്കെ കൂത്തുപറമ്പിലെ സ്ഥലങ്ങളാണ്. പാറാൽ ഫേമസ് ആണ്. പാറാല അടുത്ത ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നത് പാറാലാണ്. അതെ, കൂത്തുപറമ്പ് മാറി ഇപ്പോൾ പാറാലാവും. ഇവന്റെ സ്ഥലത്ത് ഇത് കണ്ടോ, വഴിയോര വിശ്രമ കേന്ദ്രം. കൂത്തുപറമ്പ് ടൗണിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശ്രമിക്കാൻ ഇവിടെ ഒരു സ്ഥലവും ഇല്ല, ബാത്റൂം അല്ലാണ്ട്. എവിടെ വിശ്രമിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. രാത്രി കൂത്തുപറമ്പിനെ എന്തൊരു സുന്ദരമാണ് അല്ലേ ചിക്കി? പേരിതാ ഇത് ഈ ചിത്രങ്ങളെല്ലാം വരച്ചത് ഷൈജു മാലൂർ. ഷൈജു ഏട്ടൻ മാലൂർ. ഷൈജു മാലൂർ ഷൈജു മാലൂർ തന്നെയാ. ഗൈസ്, ഇതാ നമ്പർ ഇതിലുണ്ട്. ഷൈജു ഏട്ടന് ഒരു കയ്യടി. ചിക്കി എന്താടാ എടാ, അത് എടാ ഇന്നത്തെ നന്മ കൂത്തുപറമ്പ് സ്റ്റാൻഡിനെ അന്ന് നല്ല നോക്കി ഇടുന്നിയാ. എന്തൊരു ഷോ ആണ് ഗൈസ് സംഭവം. അതുകൊണ്ടാന്നേ ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ. ഇന്നലെ ഇവന് സുഖമായിട്ട് ഉറങ്ങാം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. ബൈ, സൈനിങ് ഓഫ്.